ഹരേ കൃഷ്ണ രാധേശ രാധേശ ഹരേ നാരായണ ഹരേ ഹരയോ. ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഉണ്ണിക്കണ്ണനെ കാണാനായിട്ട് ഇന്ന് ഉച്ചപൂജ അലങ്കാരത്തിൽ എങ്ങനെയാണ് കണ്ണൻ ഇന്ന് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആ ഗുരു പവനപുരിയിലേക്ക് എത്തുന്ന എല്ലാവർക്കും, എത്തിച്ചേർന്ന എല്ലാവർക്കും ഭഗവാനെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം എങ്ങനെയാണെന്ന് പൊന്നുണ്ണിക്കണ്ണൻ നിൽക്കുന്നത് എന്ന്, ശ്രീലകത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. അപ്പോ ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എന്റെ ശബ്ദത്തോടൊപ്പം ഭഗവാനെ കാണാനായിട്ട് പോരുണ്ടോ എല്ലാവരും? പോവല്ലേ നമുക്ക്? അപ്പോ എന്റെ ശബ്ദത്തോടൊപ്പം എവിടെയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ അപ്പൊ കുറച്ച് സമയം, അല്ലെ 10 മിനിറ്റോ അതിന്റെ താഴെ കുറച്ച് സെക്കൻഡ്സ് നമുക്ക് ഭഗവാനെ കാണാനായിട്ട്, പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് എന്റെ ശബ്ദത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഭഗവാനെ കാണാനായിട്ട് ശ്രീലകത്തേക്ക് സ്വാഗതം. അങ്ങനെ ഭഗവാനെ കാണാനായിട്ട് നമ്മൾ ഇന്ന് ഗുരു പവനപുരിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അല്ലെ. അവിടുത്തെ വളരെയധികം വല്ലാത്തൊരു പ്രത്യേകത എന്ന് പറയുന്ന ഭൂലോക വൈകുണ്ഠമാണ് അല്ലെ. എല്ലാവരും മനസ്സുകൊണ്ട് കൊതിക്കുന്ന, എത്തിച്ചേരാനായിട്ട് കാത്തിരിക്കുന്ന, നമ്മൾക്കിങ്ങനെ മനസ്സിങ്ങനെ തുടിക്കുകയാണ്, ഇങ്ങനെ കണ്ണനെ കാണാനായിട്ട്, ഇങ്ങനെ ഭഗവാനെ കാണാനായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ ഗുരു പവനപുരിയിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ അവിടെ നമ്മളങ്ങ് കാല് കുത്തുമ്പോഴത്തേക്കും അവിടെ നമ്മളെ ഒരു പ്രത്യേകതരം കാറ്റ് നമ്മളെ വന്നങ്ങ് പൊതിയും. നമ്മുടെ മുടിയിഴകളൊക്കെ ഇങ്ങനെ കാറ്റിൽ പറന്നുകൊണ്ട് ആ തീർത്ഥക്കുളത്തിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേകതരം തണുത്ത കാറ്റ് നമ്മളെ വന്നിങ്ങനെ മൂടും അല്ലെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാവരും? ആ കാറ്റിന് തുളസിയുടെ മണം ഉണ്ടാവും, ഭസ്മത്തിന്റെ മണം ഉണ്ടാവും, കളഭത്തിന്റെ മണം ഉണ്ടാവും, ചന്ദനത്തിന്റെ മണം ഉണ്ടാവും. അങ്ങനെ നമ്മളിങ്ങനെ എത്തുമ്പോഴത്തേക്ക് നമ്മളെ സ്വീകരിക്കാനായിട്ട് പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ ഒരു കുസൃതിയായിട്ട്, ആ കാറ്റായിട്ട് നമ്മളെ വന്ന് തഴുകുന്നതായിട്ട് ആ ഫീല് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ. ആ ഫീലോട് കൂടി തന്നെ നമുക്ക് ശ്രീലകത്തേക്ക് എത്താൻ സാധിക്കട്ടെ. ആ കൊടിമരത്തിന്റെ കീഴിൽ കൂടെ ഭഗവാനെ കാണാനായിട്ട് നമ്മളിങ്ങനെ മെല്ലെ കടക്കാണ് അല്ലെ. അങ്ങനെ ശ്രീലകത്ത് എങ്ങനെ കണ്ണൻ നിൽക്കുന്നത് എന്ന് വളരെ പെട്ടെന്ന് പറയാം. എങ്ങനെയാണ് പൊന്നുണ്ണിക്കണ്ണൻ ഇന്ന് നിൽക്കുന്നത്? വളരെ വ്യത്യസ്തമായ ഭാവങ്ങളാണ്. കുറുമ്പിന്റെ കൂടാണ് പൊന്നുണ്ണിക്കണ്ണൻ അല്ലേ. എത്ര കുറുമ്പാ കാണിച്ചു കൂട്ടുന്നത് അല്ലേ. നമുക്ക് സഹിക്കാൻ പറ്റുമോ? എങ്ങനെയാ യശോദാമ്മ എങ്ങനെ ഈ കുഞ്ഞിനെ വളർത്തിയെന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകില്ലേ. വല്ലാത്തൊരു കുറുമ്പാണ്. അങ്ങനെയല്ലേ കാളിയുടെ പുറത്തേക്ക് കയറി നിൽക്കുന്നത്? ഒന്ന് കണ്ടു നോക്കൂ, എന്തൊരു വിസ്മയല്ലേ. ഇത്ര ചെറിയ കുഞ്ഞ് എന്താ ഇങ്ങനെയൊക്കെ ചെയ്തു കിട്ടുന്നത്? സശാൽ പ്രപഞ്ച ശക്തിയാണ്, പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള സശാൽ ഭഗവാൻ എന്ത് കാട്ടിയാൽ ഇതെല്ലാം ഭഗവാന്റേതാണ്. നമ്മൾ അതിലെ ഓരോ ചെറിയ മൺതരി മാത്രമാണ്. ഭഗവാന്റെ സൃഷ്ടിയുടെ ഭാഗമാണ്. നമ്മളെ കൊണ്ട് കണ്ണൻ ഇങ്ങനെ പറയുന്നു, നാരായണ നാമം എപ്പോഴും നാരായണ നാമം ഉരുവിടാനായിട്ട് നമ്മളെ കൊണ്ട് ഭഗവാൻ ഇങ്ങനെ പറയിപ്പിക്കുകയാണ് അല്ലെ. അങ്ങനെയുള്ള ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് നമ്മൾ ഇന്ന് ശ്രീലകത്തേക്ക് ചെല്ലുകയാണ് അല്ലെ. ഓരോ ദിവസം ഓരോ അത്ഭുതങ്ങളാണ്, പൊന്നുണ്ണിക്കണ്ണന്റെ കുറുമ്പുകളാണ് നമ്മൾ എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പറയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കുറേ വർഷങ്ങളായതുകൊണ്ട് നല്ല രസമാണ്. ഓരോ ദിവസം ഓരോ ഭാവങ്ങൾ പറയാനായിട്ട് വളരെ ഈസി ആയിട്ട് എന്തോ അറിയില്ല, എല്ലാം ഭഗവാന്റെ അനുഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്, പറയാൻ സാധിക്കേണ്ടത്. ഇന്നതാ ശ്രീലകത്ത് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ അമ്മയായിട്ടുള്ള, മുത്തശ്ശിയായിട്ടുള്ള കുറൂരമ്മയുണ്ടല്ലോ, കുറൂരമ്മയുണ്ടല്ലോ. അമ്മ 12 വയസ്സിൽ വിധവയായിട്ടുള്ള കുറൂരമ്മയാണ്. അമ്മയ്ക്ക് അമ്പലത്തിലേക്ക് പ്രവേശനമില്ലായിരുന്നു അല്ലെ. വളരെ പണ്ട് കാലത്തെ കഥയാണ്, കഥയിലേക്ക് കടക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അങ്ങനെ ആ അമ്മയെ കാണാനായിട്ട് ഭഗവാനെ എപ്പോഴും വിളിച്ചുകൊണ്ട് ഭഗവാൻ എന്നും പൂജിച്ചുകൊണ്ടിരിക്കുന്ന ആ പൊന്നു ഗുരുവായൂരപ്പനെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ആ അമ്മയെ ഒന്ന് കാണണ്ടേ. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണൻ തീരുമാനിക്കുകയാണ് ആ അമ്മയെ കാണാനായിട്ട്, കുറൂരമ്മയെ കാണാനായിട്ട് ഞാനിതാ കുഞ്ഞായിട്ട് അങ്ങോട്ട് ചെല്ലുവാണല്ലേ. ആ വീട്ടിലോട്ട് കയറി ചെല്ലുകയാണല്ലേ. ആ ഇല്ലത്തേക്ക്, കുറൂരമ്മയുടെ ഇല്ലത്തേക്ക് കയറി ചെല്ലുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാട്ടോ. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണൻ അതാ അമ്മയുമായി കൂട്ടുകൂടിയിട്ട് അവിടെയാണ്, ആ ഇല്ലത്താണ് താമസം. അങ്ങനെ ഇരിക്കെ കുറൂരമ്മയ്ക്ക് കുറുമ്പിങ്ങനെ വല്ലാത്ത കുറുമ്പാണല്ലേ. പൊന്നുണ്ണിക്കണ്ണനെ പറയേണ്ടതുണ്ടോ? ആരും ഒന്നും പറയേണ്ട കാര്യമില്ല. കുറുമ്പ് നല്ല ആസ്വദിക്കാൻ പറ്റിയ കുറുമ്പാണ് അല്ലെ.
കുഞ്ഞുണ്ണീന്റെ കുറുമ്പുകളൊക്കെ വല്ലാത്ത രസമാണ് അല്ലെ. അമ്മയുടെ കൂടെ കൂടിയിട്ട് അമ്മേ ഞാനില്ലേ കൂടെ എന്നൊക്കെ പറയുന്ന ചില ഭാവങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ നാണത്തോടു കൂടി ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്ന ഭാവമുണ്ട്. അമ്മ ഓടി നടക്കണ്ട് അല്ലേ, അമ്മ ഓടി നടക്കണ്ട്, എന്റെ കണ്ണൻ ഇവിടെ, എന്റെ കണ്ണൻകുട്ടി ഇവിടെ എന്നൊക്കെ ചോദിച്ചിട്ട്. ഓക്കെ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ അമ്മ പൊന്നുണ്ണി എന്താ ചെയ്യുന്നത്? പൊന്നുണ്ണിയുടെ കുറുമ്പ് കാരണം പറമ്പിലും തൊടിയിലും പശുക്കളുടെ കൂടെ എല്ലാറ്റിന്റെയും കൂടെ ഓടി നടക്കല്ലേ. പൊന്നു ഉണ്ണിയെ കാണാൻ പറ്റില്ല. എവിടേക്കൊക്കെയാ പോയത്? ഓടി നടന്ന് അമ്മയ്ക്കൊക്കെ വല്ലാണ്ടങ്ങ് വല്ലാത്തതായപ്പോയേ. അങ്ങനെ ഒരു ദിവസം ഉണ്ണി എന്താ ചെയ്യുന്നത്? അതാ കുറൂരമ്മ വലിയൊരു കലമൊക്കെ എടുത്തിട്ട് തലയിൽ കൂടെ കമത്തി മൂടി വെക്കുവാണ്. പൊന്നുണ്ണി ഇങ്ങനെ മൂടി വെക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കിയല്ലേ. അങ്ങനെ പൊന്നുണ്ണി മൂടി, ഇത് ഇവിടെ ഇരിക്കട്ടെ, ഇനി എങ്ങും പോവാതെ ഇവിടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് പൊന്നുണ്ണി ഇങ്ങനെ മൂടി വെക്കുന്ന ആ പാവത്തെയാണ് ഇന്ന് ഗുരുഭവനപുരിയിൽ ആ ശ്രീലകത്ത് ഭഗവാന്റെ അമ്മയായിട്ടുള്ള യശോദാമ്മ എന്താ വരച്ചു വെച്ചേക്കുന്നത്, കാണിച്ചു വെച്ചേക്കുന്നത്? ഇതാണ് പൊന്നുണ്ണിയെ ഇങ്ങനെയാണ് കുറൂരമ്മ കലം കൊണ്ട് സ്നേഹത്തോടെ അടച്ചപ്പോൾ, സ്നേഹവാത്സല്യത്തോടെ കുറൂരമ്മ തന്റെ ഉണ്ണിയെ കലത്തിലടച്ചു. ആ വാത്സല്യ കുറുമ്പ് കൊണ്ട് ആ കലത്തിന്റെ കരി പുരണ്ടതാവാം. ഉണ്ണിയുടെ ശരീരമാകെ ഇങ്ങനെ കവർണ്ണനായിട്ട് ഇരിക്കുന്നത് ആ വാത്സല്യ കുറുമ്പിനെ ഇങ്ങനെ അടച്ചത് കൊണ്ടാവാം എന്ന് ആ കരിപുരണ്ട ശരീരത്തെ വർണ്ണിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പൊന്നുണ്ണിയാണ് നമ്മൾ ഇന്ന് ശ്രീലകത്ത് കാണുന്നത്. അവ പൊന്തിച്ചു നോക്കുമ്പോ ചിരിച്ചുകൊണ്ടൊരു ഫോട്ടം, വെണ്ണയൊക്കെ കൈപ്പിടിച്ചുകൊണ്ട് അതാ പൊന്നുണ്ണി അങ്ങനെ വളരെ സുന്ദര കുട്ടനായിരിക്കുന്നു. പക്ഷെ എല്ലായിടത്തും കരി പുരണ്ടിട്ടുണ്ടല്ലേ. നമ്മുടെ കുറൂരമ്മ സ്നേഹത്തോടു കൂടി വാത്സല്യത്തോടു കൂടി എന്തൊക്കെ ചെയ്യുന്നു, ഇതൊക്കെ വളരെ സ്നേഹാർദ്രമായിട്ട് തന്നെയാണ് കേട്ടോ പൊന്നുണ്ണിക്കണ്ണൻ സ്വീകരിക്കുന്നത്. എല്ലാ കുറുമ്പിനെയും വളരെയധികം സ്നേഹത്തോടു കൂടി വാത്സല്യത്തോടു കൂടി ഭഗവാൻ അതങ്ങ് സ്വീകരിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് വെണ്ണ കഴിച്ചുകൊണ്ട് വെണ്ണ കൂടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്റെ അമ്മയായിട്ടുള്ള കുറൂരമ്മ വാത്സല്യമായിട്ട് ആ സ്നേഹത്തോടു കൂടി കലത്തിലടച്ച ഭാവമാണ് ഇന്ന് നമ്മൾ ശ്രീലകത്ത് കാണുന്നത്. കണ്ടിട്ടുണ്ടോ ഇതിനു മുന്നേ ഇങ്ങനെ ഒരു ഭാവത്തെ ഇങ്ങനെ വരച്ചതായിട്ട് കണ്ടിട്ടുണ്ടോ? ആ ഭഗവാന്റെ കളവച്ചാരത്തിൽ ഇങ്ങനെ ഒരു ഭാവത്തെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. എനിക്ക് ഈ ഒരു ഭാവത്തെ പറയാൻ സാധിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാ പറയുന്നത്. ഇങ്ങനെ ഒരു ഭാവത്തെ പറയാനായിട്ട് ഭഗവാൻ എനിക്ക് തന്ന അനുഗ്രഹത്തെയാണ് ഞാനിപ്പോ ഓർക്കുന്നത്. കണ്ണൻ എനിക്ക് തന്ന അത്രയും വലിയൊരു അനുഗ്രഹം. കുറൂരമ്മ ഭഗവാനെ ആ കലത്തിലടയ്ക്കുന്ന ഭാവത്തെ ഇങ്ങനെ വർണ്ണിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നത് വല്ലാത്തൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ആ പൊന്നുണ്ണി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലെ, മയിൽപ്പീലിയൊക്കെ വെച്ചിട്ടുണ്ട്, മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അരമണിക്ക് ഇങ്ങനെയൊക്കെ കയ്യിലൊക്കെ ഇങ്ങനെ തോൾവളകളും കാൽവളകളും ഒക്കെ ആയിട്ട് ഗോപീചന്ദ്രൻ ആയിട്ട് സുന്ദരക്കുട്ടനായിട്ടിരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണന്റെ മേലെ കരി പുരണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കരിയായിരിക്കാം കർവർണ്ണന്റെ ആ കർമ്മേഘത്തിന്റെ വർണ്ണനായിട്ടുള്ളത്. നമ്മുടെ കുറൂരമ്മ കലത്തിലടച്ചത് കൊണ്ടാവാം എന്ന് കവി പാടുന്നുണ്ടല്ലേ. അപ്പോ അത്രയും മനോഹരമായ ഭാവത്തെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഇങ്ങനെയുള്ള ഭാവത്തെ കാണാനായിട്ട് പൊന്നോടക്കൊഴിലൊക്കെ വെച്ച് നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് നമുക്ക് ഭാഗ്യം സിദ്ധിക്കുകയാണ്. ഇന്ന് ഭഗവാന്റെ ഗുരുഭവനപുരിയിൽ എത്തിച്ചേർന്ന് എല്ലാവർക്കും ഇങ്ങനെ കണ്ണനെ കാണാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഇതൊക്കെ ഈ വിഷൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നത് വല്ലാത്തൊരു അത്ഭുതകരമായ ഭാഗ്യമാണ് കേട്ടോ. ഓരോ ദിവസത്തെ ഉച്ചപൂജ അലങ്കാരത്തെ ഇങ്ങനെ വർണ്ണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വല്ലാത്തൊരു ഭാഗ്യമാണ്, അനുഭവമാണ്. എല്ലാവർക്കും ഭഗവാൻ ഇങ്ങനെ കാണാനായിട്ട് സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഇത് പറയാൻ എനിക്ക് സാധിച്ചതിൽ അതിലും വലിയ സന്തോഷമാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ നമുക്കിന്ന് ശ്രീലകത്ത് ഇങ്ങനെ കണ്ട് മനസ്സ് നിറയാണ് അല്ലെ. മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടുകൂടി പൊന്നുണ്ണിക്കണ്ണൻ
പൊന്നുണ്ണിക്കണ്ണന്റെ പുഞ്ചിരി കണ്ടുകൊണ്ട് ആ ചിരിയിൽ ഇങ്ങനെ ലയിച്ചു ചേർന്നുകൊണ്ട് നമ്മളോടൊപ്പം ചേരുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ കൈവിരൽ പിടിച്ചുകൊണ്ട് നമ്മളെ ഉടക്കെ വാതിലൂടെ പുറത്തേക്ക് വരുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു. അങ്ങനെ നമ്മൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുക ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെ ഭഗവാന്റെ ഈ മനോഹരമായ രൂപം കണ്ട് അങ്ങനെ നമ്മളെ മനസ്സിങ്ങനെ നിറഞ്ഞ് സന്തോഷത്തോടു കൂടി നമ്മൾ തിരിച്ചു പോരാണ് അല്ലെ. അങ്ങനെ ഇനിയും വീണ്ടും വീണ്ടും കണ്ണനെ കാണാനായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നുണ്ട് കേട്ടോ. പൊന്നുണ്ണിക്കണ്ണ ഒട്ടും വിഷമിക്കണ്ട, ഞങ്ങൾ ഇതാ എത്തി. ഞങ്ങൾ എപ്പോഴും പൊന്നുണ്ണിക്കണ്ണനെ എപ്പോഴും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മുടെ ഒരു ദിവസം കടന്നു പോകുന്നത്. ആ ഗുരുഭവനപുരിയിൽ നമ്മൾ എത്തുന്നത് ഓടി അങ്ങ് ചെന്ന് കെട്ടിപ്പിടിക്കാനാണ്. ആ പൊന്നുണ്ണിക്കണ്ണനെ കെട്ടിപ്പിടിക്കാൻ നമ്മളെ കാത്തിരിക്കുന്ന പൊന്നുണ്ണി അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഭഗവാനെ കണ്ട് മനസ്സ് നിറഞ്ഞ് നമ്മളിങ്ങനെ തിരിച്ചു വരണം. എല്ലാവർക്കും എന്നോടൊപ്പം ഗുരുഭവനപുരിയിൽ എത്തിച്ചേർന്ന് നമുക്ക് കാണാൻ സാധിച്ച പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ സാധിച്ച ഈ ഭാവത്തെ എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹവും സന്തോഷവും സാമീപ്യവും എപ്പോഴും ഉണ്ടാവട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, രാധേശ്വര രാധേശ്വര, ഹരേ നാരായണ ഹരേ നാരായണ, ഹരി ഓം ഹരി ഓം.